അടിപൊളി. സർവ് ചെയ്യണമെന്നല്ലേ പറഞ്ഞു, സർവ് ചെയ്ത് വായിൽ വെച്ച് വാരി തരും. ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈപ്പ് ചെയ്യാൻ പറ്റാത്തോണ്ട് അതായത് തുഴ കൊടുക്കൂല, കയ്യോണ്ട് ഇതുവരെ പ്ലക്ക് ചെയ്തിട്ടില്ല ലൈഫിൽ ഫസ്റ്റ് ടൈം. ഡ്രാഗൺ ഫ്രൂട്ട്. ഓക്കെ, ഡ്രാഗൺ ഫ്രൂട്ട് ബീട്രൂട്ട് അല്ല. കണ്ണട പൊക്കി നോക്കും. അതെ, ഇത് കണ്ടില്ലേ? കണ്ടില്ലേ? ഹായ് മറിയ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്? ചലഞ്ച്. അതെ, നമ്മൾ 2 കപ്പിൾസ് ഉണ്ട് ഇവിടെ. അതായത് നമ്മുടെ സാലി ഉണ്ട്, ഞാനുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പ് തമ്മിലുള്ള ഒരു ചലഞ്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഡയേഴ്സ്, കപ്പിൾ വാർ പോലെ. അതെ, ഡയേഴ്സ് ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഡയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ടീം നമുക്കൊരു 3 ഡയേഴ്സ് തരും, നമ്മൾ അങ്ങോട്ടും കൊടുക്കും. അതായത് നമ്മളിപ്പോ ഉള്ളത് കിങ് ഫ്ലോറ റിസോർട്ടിലാണ് ഉള്ളത്. നമ്മുടെ ഷെഫ് ഉണ്ട് ഇവിടെ കൂടെ. അപ്പൊ ഷെഫ് പറഞ്ഞു, ഷെഫ് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പണി ഓർക്ക് കൊടുക്കണം. ഓര് കുറച്ച് പണി ഇങ്ങോട്ട് തരും. എന്തായാലും വിജയിക്കാൻ പോണേ നമ്മൾ എന്നൊക്കെ ആയിരിക്കുമല്ലോ, നമുക്ക് നോക്കാം, അതൊക്കെ നമുക്ക് കണ്ടറിയാം. അതെ, ഇവിടെ കിങ് ഫ്ലോറിന്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഫാമിംഗ് ആണ് അല്ലേ? ഓർഗാനിക് ഫാമിംഗ് ആണ്. ഇതാ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇതിന്ന് പ്ലക്ക് ചെയ്തെടുത്താലേ? നോക്കിയേ, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പേരക്കുണ്ട്, ഇതിന്റെ പേര് പിന്നെ ചാമ്പക്ക ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇവിടെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ? ഭയങ്കര റയർ ആയിട്ടുള്ള റൊളീനിയോ, അബിയു, പിന്നെ മറ്റേ സ്ഥലം മക്കഡാമിയ വെരി കോസ്റ്റ്ലി നട്സാണ്. 2 മെക്കഡാമിയ തരുമോ? അല്ല, നിങ്ങളെ വിന്നറിന് സമ്മാനം ഉണ്ട്, അത് നിങ്ങൾ തരണം. ഓക്കെ, നിങ്ങൾ ഇവിടുത്തെ ഓർഗാനിക് സാധനങ്ങൾ ഉറപ്പല്ലേ? അപ്പൊ നോക്കല്ലേ? അപ്പൊ ആരാ ജയിക്കാൻ പോണത് നമുക്ക് നോക്കാം. നമ്മൾ തന്നെ തുടങ്ങല. അപ്പൊ ഏത് ടീമിനാണ് ചലഞ്ച് ഫസ്റ്റ് ഇങ്ങോട്ട് ഡയേഴ്സ് കൊടുക്കണമെന്നുള്ളത് നോക്കാൻ വേണ്ടിട്ട്. അല്ല, നീ വേണമെങ്കിൽ ചൂസ് ചെയ്യട്ടോ. നിങ്ങളെ ടീം ചൂസ് ചെയ്യണം ഫസ്റ്റ്. നിങ്ങളെ ഡയർ ഇങ്ങോട്ട് തരണം, അല്ലെങ്കിൽ ഞമ്മ അങ്ങോട്ട് കൊടുക്കണം. എന്തായാലും ടോസ് ഇടല്ലേ? ടോസ് വിളിക്കണേ, ആരാണ് കറക്റ്റ് അവരാണ് ചെയ്യാ. അതെ, അതായത് കറക്റ്റ്. അല്ല, ഇതിൽ ഹെഡ് ഏതായിരുന്നു? ഓക്കെ, അപ്പൊ ഹെഡ് ആണെങ്കിൽ ഞങ്ങള് വിളിക്കും. നീ ഏതാ ഹെഡ് വിളിക്കും. അതന്നെ, അങ്ങനെയാണ് നേരത്തെ മുൻകൂട്ടി പറയാം. നമ്മളാദ്യം പറയാം. നമ്മളെ നാട്ടിലേക്ക് അങ്ങനെയാ, അങ്ങനെയല്ല, നിങ്ങളെ നാട്ടിലത്തെ അല്ല. ഇതിപ്പോ ഇത് മറ്റേ ടോസ് ഇടുന്നതിന് ആരാന്ന് നോക്കട്ടെ, അതിനു വേണ്ടി ടോസ് ഇടേണ്ട അവസ്ഥ. ഓക്കെ, എടുത്തോ. ഇത് ഹെഡ്, നിങ്ങൾ തമ്മിലൊരു ധാരണയിൽ ആദ്യം ഹെഡാണോ ടെയിലാണോ? നമ്മള് ടെയില്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മളാണ് അവർക്ക് ഡയർ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമ്മള് ഷെഫ് പറഞ്ഞൊരു സാധനം ഉണ്ട്. നമ്മളിവിടെ സ്ട്രോബെറി, അതേപോലെ തന്നെ ചാമ്പക്കപ്പ പറഞ്ഞ കൊളാണിയ, പേരൊന്നും കിട്ടുന്നില്ല, അതേപോലെ തന്നെ മക്കഡാമിയ, പിന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. ഈ കൂട്ടത്തിൽ നിന്ന് ഒരു ഫ്രൂട്ട് നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ആ ഫ്രൂട്ട് നിങ്ങൾ തപ്പിയെടുക്കണം. ഇവിടെ കണ്ടോ, ഇവിടെ ഒക്കെ ഫാമിംഗ് ഉണ്ട്. ഗൂഗിൾ ചെയ്യാൻ പറ്റുമോ? അപ്പുറത്തുണ്ട്, വലിയ ഫാം ബാക്കിലല്ലേ? ബാക്കിലാണ്. ഇല്ല, നിങ്ങള് നമ്മള് നെയിം പറയൂ, നിങ്ങൾ എന്തെങ്കിലും ഗൂഗിൾ ചെയ്തിട്ട് അതിന്റെ ഒരു ഇത് നോക്കുക, എന്നിട്ട് പോയി തപ്പിയിട്ട് കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചോളതിനെ കുറിച്ചാണ്. അപ്പൊ അതന്നെ മക്കഡാമിയ വേണ്ട, ഫസ്റ്റ് നമുക്ക് റൊളോണിയ നോക്കാം. ഓക്കെ, റൊളോണിയാണോ? ടൈം സ്റ്റാർട്ട്സ് നൗ. ഫ്രൂട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തോണ്ട് വേഗം ടൈം അധികം തരില്ല കേട്ടോ. ടൈമിംഗ് ഉണ്ട് കേട്ടോ. എന്റെ പൊന്നുമോന, ഇത് മഞ്ഞ സാധനം ഇതാണോ? ഇതാണ് സാധനം. സോ ലെറ്റ്സ് ഗോ, വിൽ ഫൈൻഡ് ഇറ്റ്. അല്ല, ടൈം എനിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നോക്കൂ ഗൈസ്, 29 സെക്കൻഡ്സ് കഴിഞ്ഞു. ഇവര് വെറുതെ വേസ്റ്റ് ചെയ്തോണ്ടിരിക്കുക അവരുടെ സമയം. ഫോട്ടോ ഒന്നുകൂടെ കാണിച്ച സാലി. ഡാഡി, മഞ്ഞ കളർ കണ്ടാ മനസ്സിലാവും പൊട്ടത്തിൽ. പഴുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പഴുക്കേണ്ട ആവശ്യമില്ല, പച്ചായാലും മതി. ഇത് ചാമ്പക്ക. ഇല സാധാരണ ഇല പോലെ.
ഓ ഈ ഇങ്ങനൊക്കെ ഒരു അതിനായിട്ട് സെപ്പറേറ്റ് സ്ഥലം ഉണ്ടാവിടെ. ഇവിടെ എല്ലാം മര സെപ്പറേറ്റ്. പിന്നെ ഇത് ചെടിയാണോ മരമാണോ നോക്ക്. 1 മിനിറ്റ് 16 സെക്കൻഡ് കഴിഞ്ഞിട്ടാ. എന്നിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ടില്ല ഒരു ഇല പോലും അനങ്ങിയിട്ടില്ല ഗൈസ്. എവിടെ എവിടെ ആ എവിടെ ആ ഇവിടെ. ഓ 2 മിനിറ്റും 4 സെക്കൻഡും. 2 മിനിറ്റ് 4. ഇത് റെക്കോർഡ് ടൈമാണ്. ഇത് ഇനി വെട്ടിക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. ഓടിയിട്ട് കിതക്കണേ. അത് പ്ലക്ക് ചെയ്യാം. ഞാൻ പ്ലക്ക് ചെയ്യട്ടെ. ഓക്കെ. അങ്ങനെ ഫൈനലി ചരിത്രപരമായ റൊളേനിയ. ഓക്കെ, എത്ര ടൈം എടുത്ത് മറിയാം? ഒരു ഫൈൻഡിംഗ് ഡയറി തരണം കേട്ടോ. റെഡി 1 2 3. ഓക്കെ. ആ റെയർ ഫുഡ് പറിക്കാനുള്ള ഭാഗ്യം പോയി. ഒരാവശ്യത്തിന്. ഓ വാവ്, അടിപൊളി. മറ്റേ എനിക്ക് തോന്നുന്നു ആത്തച്ചക്ക. ആത്തച്ചക്ക ഇല്ലല്ലോ മറ്റേ സീതാഫല്. സീതാഫല് ആത്തച്ചക്കല്ല. ഒരു തിരുത്തുണ്ട്. സീതാഫല് ആത്തച്ചക്കല്ല. അതന്നെ അതിന്റെ ഒരു കൈൻഡ് ഓഫ് സാധനം അല്ലേ? ആൻഡ് വെരി ടേസ്റ്റിയാണ്. ടേസ്റ്റി ടു. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മ പറയാട്ടോ. ഓ അപ്പൊ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഈ സാധനം തന്നെ ഇവര് നമ്മൾ ഗസ്റ്റ് ആണ്. ഗസ്റ്റിനെ പോലെ ഇവരെന്ത് ചെയ്യണം? നമുക്കത് സെർവ് ചെയ്ത് സെർവ് ചെയ്ത് തരണം. കുടിക്കാനൊക്കെ അറിയോ? അപ്പൊ ഇന്നത്തെ പരിപാടി മഞ്ഞച്ചക്ക ഇങ്ങോട്ട് മുറിക്കുക. എന്നിട്ട് റൊളേനിയ. വാവ്, കണ്ട നല്ല സ്മൂത്ത്. കറക്റ്റ് ആയിരിക്കട്ടെ. അല്ല ഞങ്ങള് നമ്മൾ അവിടെ റെസ്റ്റ് എടുക്കും. ഓ നമുക്ക് അവിടെ വന്നിട്ട് നിങ്ങൾ സെർവ് ചെയ്ത് തരണം. എവിടെ ടിഷ്യൂ ഒക്കെ കറക്റ്റ് കൊണ്ടുവന്നെ. ആടെ തെണ്ടി കൊണ്ടുവരാം. തെണ്ടിന്നല്ല, ഇപ്പൊ നിങ്ങളെ സാറിനെ വിളിക്കണ്ടേ അല്ലേ? ഗസ്റ്റിനെ നമ്മള് സാറിനൊന്നും വിളിക്കൂല. ഞങ്ങള് നിങ്ങളുടെ സെർവന്റ് അല്ല സാറിന് വിളിക്കുന്നത്. ഗസ്റ്റ്. അപ്പൊ സാറിന് വിളിക്കാം. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. ആദ്യമായിട്ടേക്ക് ഈ സാധനം ഇങ്ങനെ മുറിക്കുന്നത് കാണുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങളിത് തിന്നരുത്, ഞങ്ങൾക്ക് സെർവ് ചെയ്യും അല്ലേ? അപ്പൊ നിങ്ങളിത് മൊത്തം കഴിക്കൂന്നാണ് പറയുന്നത്. നിങ്ങളിത് മൊത്തം കഴിക്കൂന്നാണ് പറയുന്നത്. അല്ല, അത് അല്ല നമുക്കിപ്പോ വേറെ പറയാൻ പറ്റില്ലല്ലേ മറിയാ. നമ്മള് മൊത്തം തിന്നില്ല. ചിലപ്പോ ബാക്കി വെച്ചെന്ന് വരും. ഇതും കൂടെ ഓക്കെ. ഇനി ഗസ്റ്റ് പോയി ഗോസ്റ്റ് എവിടാ വേണ്ടെന്ന് വെച്ചാൽ ഗോസ്റ്റിന്റെ വസതിയിൽ ഇരുന്നോളും. വരുന്നുണ്ട് കേട്ടോ, ഭക്ഷണം വരുന്നുണ്ട്. ഞങ്ങൾ കുറെ സമയം എടുത്തു ഗോസ്റ്റുകളെ. പെട്ടെന്ന് നമ്മള് ഉഗാണ്ടയിൽ നിന്നും കൊണ്ടുവന്ന അല്ല സെർവ് ചെയ്യണമെന്നല്ലേ പറഞ്ഞു. സെർവ് ചെയ്ത് തരും. വായിൽ വെച്ച് വാരി തരും. ഏത് സൈസാ വേണ്ടേന്ന് സെലക്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇവരെ പെർഫോമൻസ് ആണോ നമ്മളെ പെർഫോമൻസ് ആണോ ഗുഡ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഈ ഒരു സാധനം അയ്യോ ഇതൊക്കെ കളഞ്ഞു തരണ്ടേ സാറിന്? സെർവ് ചെയ്യണം. അല്ല, കൈകൊണ്ട് അങ്ങനെ ഇതാക്കരുത്. നമുക്ക് ഹൈജീന് കുറച്ചൊരു ഇതാണ്. കൈയാണ് ഏറ്റവും നല്ല ഹൈജീൻ. അന്ന് ഈ പീസ് ഞാൻ കഴിച്ചോളാം. അല്ലല്ല, അപ്പൊ ഇത് ഞാൻ കഴിച്ചോളാം. 2 പീസ്. മാഡത്തിന് ശ്രദ്ധിക്കും. ഞാൻ വേണ്ടിയിട്ട് മാഡത്തിന് എത്തണില്ല. ഓക്കെ. എങ്ങനെയുണ്ടെന്ന് പറയട്ടോ സാറേ. അത് ഒന്ന് ആക്കി വിളിച്ചാണല്ലോ. ഇല്ല സാറേ, ഔ ഇത് ശരിയല്ല കേട്ടോ. സത്യത്തിൽ അല്ല ഇത് ഡയറാണല്ലോ. നമ്മൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതാക്കേണ്ടത്. കഴിക്കുന്നോടത്ത് എടുത്ത് ഒരു ജെല്ലി കൈൻഡ് ഓഫ് സീതാഫൽ. ഒരു ജെല്ലി കൈൻഡ് ഓഫ് കുറച്ച് പുളിപ്പുണ്ട്. നിങ്ങളെ പോയിന്റ് ആട്ടോ പോവാ. അല്ലല്ല എന്ത് പോയിന്റ്? ഈ താലോടെ കൂടെ നിട്ടിട്ട് ഞാൻ നേരം പറഞ്ഞ അപ്പൊ ഫസ്റ്റ് ചലഞ്ച് കഴിഞ്ഞ് സെക്കൻഡ് ചലഞ്ച് എങ്ങനെയുണ്ടെന്ന് പറയൂ ഗസ്റ്റ്. പറയൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഇനി നെക്സ്റ്റിലേക്ക് നമുക്ക് അടുക്കത്ത് കിടില സാധനം കേട്ടോ. നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കിട്ടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കിട്ടില്ല. ഇവള് പറഞ്ഞ തന്നെ ജെല്ലി ടൈപ്പാണ്. മറ്റേതിൽ നമുക്ക് കുരുകുരുമായിട്ടല്ല തോന്നാം. മറ്റേത് ഇങ്ങനെ ഒരു കുഴഞ്ഞുള്ള ഒരു മെഷി ടൈപ്പാണ്. പക്ക ജെല്ലി. അതെ, ജെല്ലി ടൈപ്പാണ്. സോ എന്തായാലും നെക്സ്റ്റിലേക്ക് അടക്കാം നമുക്ക്. അപ്പം ഇതിൽ ഇവര് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വിൻ ചെയ്തോണ്ട് ഇത് മൊത്തം ഞങ്ങൾ എടുക്കുന്നേ.
ഗൈസ് അപ്പം അടുത്ത ഡയറി ഞങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത് സോ ഫൈൻഡ് ദി വൺ ഓഫ് അതല്ല നമ്മുടെ ഷെഫ് പറഞ്ഞു ഇവിടെ ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട്സ് കുറെ ഉണ്ട് പക്ഷെ അതിനകത്ത് ഒന്ന് മാത്രമേ പഴുത്ത് പറിക്കാൻ പാകമായിട്ടുള്ളൂ അപ്പൊ സോ ഇവരോട് നമ്മൾ പറയാണ് ആ ഡ്രാഗൺ ഫ്രൂട്ട് ഫൈൻഡ് ചെയ്യാൻ ഇവിടെ കുറെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ടിനെ കൃഷിയാണ് സോ ഫൈൻഡ് ദി പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങൾ കണ്ടുപിടിച്ച് 2.5 മിനിറ്റ് കൊണ്ടാണ് അപ്പൊ ഇവർ ഇനി എത്ര മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് നമുക്ക് ആ സെക്ഷനിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഉണ്ട് ആ സെക്ഷനിലുണ്ട് നമുക്ക് ആദ്യം അവിടെ തപ്പിട്ട് ഇവിടെ തപ്പ ഇല്ലെങ്കിൽ ഇനി നമ്മൾ എൻജോയ് ചെയ്യാണ് ഗൈസ് നമുക്ക് വേണം ബാക്കി ബാലൻസ് സാധനം കഴിക്കാം നല്ല ചുവന്ന് ഇതോ ഓ ഇല്ല ഇതൊന്നല്ല പഴുത്ത് ഇവിടെ നല്ല പിങ്ക് ഉണ്ട് പക്ഷെ അവിടെ പിങ്ക് ഒന്നും ഇല്ല നീ മിണ്ടരുതട്ടാ എടി അവന്റെ ചെല്ല് മൈക്കേ നീ വേറെ ഇത് വഴി പോകുന്നു അവിടെ ഇപ്പൊ വെച്ചിട്ടുള്ളു അവിടെ ഇല്ല ഈ ഭാഗത്താ ഉള്ളത് ഈ ഭാഗത്തല്ല ഇവനെ നമ്മക്കാ ഓ ദാ ഓ അതൊരു മാതിരി ഇതല്ല ഫുള്ള് പഴുത്തില്ല ഷെഫ് യെസ് എന്നാണ് പറഞ്ഞത് എത്ര മിനിറ്റ് ഉണ്ട് അവര് 1 minute 54 പക്ഷെ ഇതില് പ്രശ്നം എന്താ വെച്ചാല് ഗെയിം ഞങ്ങൾ തുടങ്ങുമ്പോ ഞങ്ങൾക്ക് നെയ്മായി വരണായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഗാർഡൻ ഒരു വശം ഉണ്ടായില്ല ഇവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടായി ഗാർഡൻ ഒരു വശമായിരുന്നു തിരിച്ച് ആ കർമ്മം തിരിച്ച് ആദ്യമായിട്ട് അല്ല ഇതുവരെ പ്ലക്ക് ചെയ്തിട്ടില്ല ലൈഫിൽ ഫസ്റ്റ് ടൈം ഡ്രാഗൺ ഫ്രൂട്ട് ഓക്കേ ഇനി ഇത് സേവ് ചെയ്തുകൊണ്ടാ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് ഞങ്ങൾ തീരുമാനിച്ചോളാം അപ്പൊ അവര് നേരെ ഉള്ളത് മറ്റേ റെസ്റ്റോറന്റിലാ അവിടെ പോയി നമുക്ക് സർവ് ചെയ്യാം അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കട്ട് ചെയ്യാം ഫ്രഷ് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ മുറിക്കാണ് റോഷൻ ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാ മുറിക്കുക അങ്ങനല്ല എനിക്കറിയില്ല തൊലി വിളിക്കല ഷെഫ് കൺഫ്യൂഷൻ ആക്കല്ലട്ടാ വാവ് നോക്കിയേ ശരിക്കും വെള്ളമായിരുന്ന കളറല്ലേ ഉണ്ടാവാ നമ്മളത് വെള്ളയുണ്ട് ആ ഇതുണ്ട് രണ്ടുണ്ട് യെല്ലോയും ഉണ്ട് 3 വെറൈറ്റീസ് ഉണ്ട് ഓക്കെ ഇതിവിടെ കിങ് ഫ്ലോറിൽ വരാനെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണട്ടോ നമ്മളെ ഇന്നത്തെ ടൈമിൽ നമ്മൾ മക്കളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പം എപ്പോഴും റിസോർട്ടിൽ നമ്മൾ നോക്കുക പല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അല്ലേ ഇതും ഭയങ്കര റയറാണ് ഏത് ഫാമിങ്ങും കൂടി മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക അത് പിന്നെ അത് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് അത് എന്താന്നൊക്കെ ഉള്ളത് ഇവർക്ക് ലൈവ് കാണിച്ചു കൊടുക്കാം പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ഫുഡും ഫാമിങ്ങിന് ഓർഗാനിക് ആണ് അപ്പോൾ റെഡി നമ്മുടെ ഗസ്റ്റ് അവിടെ ഉണ്ട് അവർക്ക് കൊടുക്കാം ഞോര ഷോ കാണേണ്ടി വരുമല്ലോ നല്ല ഷോ ഇട്ടതുകൊണ്ടാ സാർ ഓ രാജാക്കമ്മ അല്ല ഓ അത് പറയാൻ പാടില്ല സാർ സാർ ഇത് നമ്മുടെ ഫാമിൽ നിന്നും ഫ്രഷ് ആയിട്ട് അതെ ഓക്കെ സാർ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഫ്രഷായി പറിച്ചതാണ് ഇതാ ഇതിന് പ്രത്യേക സ്മെല്ലില്ല സാർ അല്ല ഇതിന്റെ പേരാ ഡ്രാഗൺ ഫ്രൂട്ട് ബീട്രൂട്ട് അല്ല അതെ ഇത് കണ്ടില്ലേ കണ്ടേ ഇത് സാർ മാഡം ഒന്ന് ട്രൈ ചെയ്തു ശ്രദ്ധിക്കാം അത് കണ്ടില്ല അതൊക്കെ നോർമലി നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഫ്ലേവർ ഉണ്ടാവും ഒരു വികാരമില്ലാത്ത ഒരു സാധനമാണ് ബട്ട് നിങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് വികാരമുണ്ട് സാർ ഞങ്ങൾക്ക് ഇവിടെ വെള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പച്ച ഇല്ല പച്ച ഞങ്ങൾ ഹൈബ്രിഡ് ഇപ്പൊ ക്രോസ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം കൊള്ളാം താങ്കൾ വളരെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് പക്ഷേ ഞങ്ങൾ കുറച്ചും കൂടെ ഒരു റെയർ ആയിട്ടുള്ള എക്സോട്ടിക് ഫ്രൂട്ട് ഒക്കെയാണ് ഞങ്ങൾ സെർവ് ചെയ്തത് ഞങ്ങളുടെ ഗസ്റ്റിന്. പക്ഷേ ഇതും എക്സോട്ടിക്കിൽ പെടുന്നതാണ്. പക്ഷെ അത്ര റെയർ ഇപ്പം നമ്മുടെ നാട്ടിൽ കുറച്ച് കൂടുതലായി വന്നെന്ന് മാത്രമേ ഉള്ളൂ. കോമൺ ആയതാ. അതെ
അഭിനന്ദനങ്ങൾ. ഓക്കെ റെഡി അല്ലേ? അപ്പൊ ഇതിലും ഞമ്മക്കും പോയിന്റ് ഉണ്ടല്ലോ. ഓക്കെ സെറ്റ്. ഇനി നമ്മളും തിന്നോക്കട്ടെ. ഞാനും തിന്നോക്കട്ടെ. ഇത് റൂളില്ലാത്താണല്ലോ. അല്ല അതിണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് തിന്നല്ലേ. അതെ ശരി കേട്ടോ. സ്വാഭാവികമായിട്ടും എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമില്ല. പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ടേസ്റ്റ് ഡബിൾ ഉണ്ടാവൂലേ? വൈവാ നമ്മൾ ഫിഷിങ്ങിന്റെ ഭാഗത്തേക്കാ പോണേ അല്ലേ? ഇത് മൊത്തം എത്ര ഏക്കറില ബ്രോ? 25 ഏക്കർ ഒക്കെ കണ്ടില്ലേ? എല്ലാ സ്ഥലത്തും ആ ഭാഗത്തേക്ക് നമ്മൾ പോണേ. അവിടത്തേക്ക് അപ്പുറത്തേക്ക് കേട്ടോ പോന്ന്. ഒക്കെ കോട്ടേജ. നമ്മൾ നിന്നത് ഇതില് ഇന്നലെ അല്ലേ? എടാ ഫാം ഹൗസിലായിരുന്നു നിന്നിട്ട്. ഇവിടെ ഒരു ഫാം ഹൗസ് പോലത്തെ. ഇത് ഫാം ഹൗസ് അല്ലേ? തറവാട്. ഇത് ഫാം ഹൗസ്. നമ്മൾ നിന്നത് ആ ഫാം ഹൗസ് ആ ഭാഗത്തട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കണ്ടതിനെ കൊണ്ട് ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോകുന്ന ഡയർ നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റോ? ഫിഷിംഗ്. ഓക്കെ നോക്കാം. നീ ടീമേറ്റിനോട് ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ. അല്ലോ സോറി. അതല്ല നമ്മളൊരു ടീമാ. തല്ലുണ്ടാക്കല്ലേ. എപ്പോഴും ഉള്ളത് ഇത്. മറിയ പട്ടിനെ കണ്ടാല് വേറെ കോമഡിയാണ്. പേടിയാണ് എനിക്ക്. അത് ഓളിനെ പിടിച്ചതിനെ കൊണ്ടല്ലേ. കണ്ടോ? അപ്പം നമ്മളിതാ ഇവിടെ ബ്രോ കയാക്ക് ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഡയറി കയാക്കിംഗ് ആണ് അല്ലേ? ഓക്കെ അല്ലേ? ട്വിസ്റ്റ് ഉണ്ട്. അത് പറയാം. അത് കയാക്ക് എടുക്കാം. സേഫ്റ്റി മെഷേഴ്സ് കേട്ടോ. നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്താ പറഞ്ഞാല് കയാക്കിംഗ് ആണ്. പക്ഷെ അതായത് തുഴ കൊടുക്കൂല. കയ്യോണ്ട് കോമഡി ആയിരിക്കും മക്കളെ. ഇപ്പോഴും അവര് വിചാരിക്കുന്നത് ഒന്നില്ല കയാക്ക് ചെയ്തിട്ട് വരും. ഇപ്പൊ പോകും. റെഡി ആയിട്ടുണ്ട് അല്ലേ? Yes. Are you ready? Yes, I am kayaking pro, you know. വരൂ. ഇന്നലെ നമ്മളിവിടെ വന്നിരുന്നപ്പോ ഇതില് നിറയെ കൊക്കുകൾ. അതെ രാത്രി ആവുമ്പോ അവിടെ വന്നിരുന്നേ നമ്മള്. അവിടെ അതെ ദി അഡ്വഞ്ചർ അൽഫി. ഓക്കെ അല്ലേ? ഓൾ സെറ്റ്. കൈയൊക്കെ തരാം. ഓട്ടൊന്നുമില്ല. മറിയാ ഇനി ഒരു കാര്യം പറഞ്ഞിട്ടെ. അത് കൊടുക്കും മറിയാ. തരൂല. പരിപാടിയാടാ. കൈ യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യാ? കൈ യൂസ് ചെയ്ത് വാച്ച് വേണേ തന്നേക്ക്. അത് കുഴപ്പമില്ല. വാട്ടർ പ്രൂഫ് അല്ലേ? നീ അടിച്ചു മാറ്റും. അതെ നീക്കിവിടല്ലോ. അല്ല ഇത് കൊടുത്തേക്ക്. ജസ്റ്റ് എമർജൻസിയിൽ നിങ്ങൾക്ക് ഓക്കെ. ഇനിയിപ്പോ ഇത് പറ്റൂലെങ്കിൽ യെസ് ഓർ നോ എന്നുണ്ട്. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ നോ എന്ന് പറയാം. ആദ്യമാണ് പറഞ്ഞൂടായിരുന്നടാ. അത് കൊടുത്തേക്ക് നോക്ക്. അല്ല ഇത് വെച്ചോ. അല്ല ഇത് സേഫ്റ്റിക്ക് വെക്കണം. അതല്ല ഞാൻ പറഞ്ഞത്. ഈ ചലഞ്ച് ഒഴിവാക്കണോന്നുള്ളേ. ഇതാ ഇത്രേ ഉള്ളൂ. ഓക്കെ. ആ പുല്ലിന്റെ അവിടെ പോയിക്കോ. നിങ്ങള് തിരിച്ചു വരുമ്പോ തൊഴഞ്ഞു പോര്. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. കയ്യാണ് അടിപൊളി അല്ലേ? ഇങ്ങനൊക്കെല്ലാം ഒരു പണി കൊടുക്കല്ലേ? അവിടെ ആ പുല്ലില്ലേ? ആ പുല്ല് റൗണ്ട് ചെയ്ത് വന്നാ മതി. റൗണ്ട് ചെയ്യാൻ കഴിയൂല. എങ്ങനെ തിരിക്കാനാ?
ഇനി രണ്ട് കൊല്ലം കൊണ്ടാണ് അല്പം പതിയെ 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 തമാശ കളിക്കില്ലേ ഇത് കൊള്ളാലോ അല്ലേ? അതേപോലെ ഇവൻ ചെയ്യുന്നേ ചലഞ്ച് കൊള്ളാട്ടാ. നീന്താൻ അറിയില്ല ഇനി വീഴണം ഇനി വെള്ളത്തിൽ വീഴണില്ല അതെ സക്സസ് ആയിരിക്കുന്നു സക്സസ് ആയിരിക്കുന്നു ഇനി ഇതാക്കാം കഴിഞ്ഞു അപ്പൊ ഒരു ചെയ്തിട്ടോ. അതെ ബേബി വണ്ടി അങ്ങോട്ട് എടുക്ക് പക്ഷെ അധ്വാനം കൂടുതൽ ബാക്കിലായിരുന്നു എഞ്ചിൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എന്റെ കയാക്കിംഗ് മികവുകൾ തെളിച്ചിരിക്കുന്നു. ഓക്കെ സംഭവമൊക്കെ അടിപൊളിയാണ്. അടുത്ത നമ്മളെ ഡയറി കണ്ടോ, നമ്മൾ ഇതിനെക്കാട്ടി അടിപൊളിയാണ്. ഞാനേ വെള്ളത്തിലിട്ടല്ലോ, അപ്പോൾ ഞാനൊരു ഡയറി കണ്ടുപിടിച്ചു. നമുക്ക് അവിടെ നിന്ന് പറയാം ലൊക്കേഷനിൽ പോയിട്ട് പറയാം. ലൊക്കേഷൻ എവിടെയാണ്? അത് അപ്പുറത്തെ ഞങ്ങൾ പറയും കൊണ്ടുപോവാ ഫോളോസ് വലുതെന്തോ വരാന് ഇരിക്കുന്നുണ്ട്. നമ്മള് കുറച്ചുകൂടി ഈസി സാധനങ്ങളൊക്കെ പറഞ്ഞില്ലേ, കൈ കുറച്ചാക്കിയിട്ട് ഇങ്ങനെ പോന്ന പോലെ. നമ്മള് നിങ്ങളോട് കൈകൊണ്ട് തൊഴിഞ്ഞോന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആണല്ലേ? ഇതിനും സിമ്പിളാ. ഓക്കെ അപ്പൊ എന്തായാലും ഇതാകുന്നു. ഓക്കെ പോവല്ലേ ഇങ്ങോട്ട് പോവാ. അപ്പം ഇനി ഇവരുടെ അടുത്ത ചലഞ്ച് ഞങ്ങൾ ഇവരെ അടുത്ത ലൊക്കേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. സോ ആർ യു എക്സൈറ്റഡ്? നമ്മള് ഓൾറെഡി റെഡിയാണ്. ഞങ്ങളുടെ ചലഞ്ചിൽ ഇവര് ഒരു അധ്വാനം കുറവായിരിക്കും, അധ്വാനമല്ല. ഞങ്ങളത് നല്ല എഫേർട്ട് എടുത്തിട്ടാ ചെയ്ത്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് അപ്രിഷിയേറ്റ് ചെയ്തു. നല്ല രീതിക്ക് നീ അല്ലാട്ടാ, ഓളായിരുന്നു ഫുള്ള് വർക്കിങ്, കൂടുതൽ വർക്കിങ്. ഞാൻ വെള്ളത്തില് തൊടുന്നുണ്ട്. അല്ല അതിന്റെ സയൻസ് ഞാനാണ് പറഞ്ഞെടുത്തത്. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാനാണ് അവർക്ക് പറഞ്ഞെടുത്തത്. കറങ്ങണില്ല പിന്നെ വളക്കലൊക്കെ ബാക്കുന്നു. നമുക്ക് ലൊക്കേഷൻ നമ്മൾ ലൊക്കേഷൻ എത്തി പൂളിലേക്ക്. ലൊക്കേഷൻ ഇതാണ്, പൂളാണ്. അപ്പം പൂളിന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള പൂൾ സ്വിമ്മിങ്. പക്ഷെ കൊള്ളട്ടോ, നല്ല വലിയ പൂളിലടാ. എന്താ കളിയാ നീന്തൽ മത്സരം. എനിക്ക് സ്വിമ്മിങ് അറിയണമെങ്കിൽ നമുക്ക് മത്സരം നടത്താൻ പറ്റിയ സാധനം ഇങ്ങോട്ട് വെക്കായിരുന്നു. പക്ഷെ മത്സരം പറ്റുക, മറിയത്തിന് നീന്തൽ അറിയില്ല. അറിയാൻ ചാൻസ് ഇല്ല. അപ്പൊ നമ്മുടെ ചലഞ്ച് എന്താന്ന് വെച്ചാ, നിങ്ങൾ രണ്ടുപേരും ഈ ഇട്ട ഡ്രസ്സില് പൂള് ചാടുക. എടാ ഇതിലാ ഡ്രസ് വെയിറ്റ് കൂടുമ്പോ ഇതിൽ വെക്കാനുള്ള. ഇല്ല നമ്മള് ചെക്കൗട്ടായി നിൽക്കാറ്. പക്ഷെ ഈ ഡ്രസ്സിൽ തന്നെ ചാടണം. ഡ്രസ് അല്ല എന്നാ ഞാൻ ചാടിക്കോളാം. നിങ്ങള് കപ്പിളാ, ഞങ്ങള് കയാക്കിങ് ഒരുമിച്ചല്ലേ നീന്തിയത്. നിങ്ങക്ക് യെസ് ഓർണോ ഇത് നിങ്ങക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാക്ക് ഓഫ് ചെയ്യാം. ഓപ്ഷൻ ബാക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഞാൻ റെഡി. ഞാൻ മറിയാ നമ്മൾ ചാടുന്നു. അങ്ങനല്ല, നിങ്ങൾ ഇങ്ങനെ നിക്കണം. ഞങ്ങൾ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോ അങ്ങോട്ട് ചാടണം. പുഷ് ചെയ്യണ്ട, അവര് തന്നെ ചാടിക്കോട്ടെ. എന്നാ അവർ തന്നെ ചാടിക്കോട്ടെ. ഓക്കെ നോ പറയാട്ടോ, നോ പറഞ്ഞാ ഞങ്ങൾ ജയിക്കും. പുതിയ നമ്മൾ വിട്ടുകൊടുക്കരുത്. ഞാൻ വിട്ടുകൊടുക്കാത്ത ആളാ നിന്നെക്കാട്ടില്. പക്ഷെ ഇതിപ്പോ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കണോ എല്ലാം. ഇങ്ങനത്തെ സാധനം തന്നിട്ട് നോ പറഞ്ഞാ മതി. നോ പറഞ്ഞാ തീരാവുന്ന പ്രശ്നമുള്ളൂ. നോ പറഞ്ഞാ തീരാവുന്ന പ്രശ്നമുള്ളൂ. ബൈ ദ ബൈ പിങ്കി, നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് തരട്ടെ. ഞാൻ ഇട്ട പേരാണ് പിങ്കി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഒന്നുമില്ലല്ലോ, ഞങ്ങൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. എന്റെ മറിയ മേക്കപ്പ് ഇട്ട് മേക്കപ്പ് പോകുന്നില്ല, എനിക്ക് പ്രശ്നമില്ല. ഒന്നുകൂടെ കുളിക്കുന്ന അത് പിള്ളേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വട്ടം കൂടി ആഴമുള്ള പൂളാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. സോ ശ്രദ്ധിച്ച് ചാടുക. അപ്പൊ ഞങ്ങള് റെഡി. നമ്മള് മറ്റേ റാമ്പ് വാക്കിന് പോവല്ലോ. റെഡി 1 2 3
ജമ്പ്. ചെയ്ത് ഞാനിങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ചലഞ്ചുകളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ പോവാണ് ചക്കര. ഏതായാലും ഞാൻ ഇനി കുളിച്ചിട്ട് കയറാം. ഓക്കെ കയറിക്കാം. മാറൂ യു കമാൺ. ഓക്കെ, അപ്പോ ആർക്കാ പ്രൈസ് കൊടുക്കേണ്ടത് കൺഫ്യൂഷനിലാണ്. രണ്ട് ടീമും ഒരുപോലെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ, അതായത് 2 ടാസ്ക് ഓരും ചെയ്ത് ഒരു പറഞ്ഞ ഡയർ നമ്മളും ചെയ്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിന്നർ നിങ്ങൾ പറഞ്ഞോളെ പെർഫോമൻസ് വൈസ് നമുക്ക് രണ്ടുപേർക്കും. ഓക്കെ ഓക്കെ, എന്നാ ഞാൻ ചെയ്യാം. രണ്ടുപേർക്കും കൂടി കൊല. ഓർഗാനിക് ഫാം റിസോർട്ട് ഫ്ലോറയുടെ വക നമുക്കൊരു ഉപഹാരം. കൊല. ഓക്കെ, കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. അതെ, കൊച്ചിയിലേക്ക് കൊലകരി തൂക്കിക്കൊണ്ടുപോവാ. പക്ഷെ ഇതില് ലാഭം നിൽക്കാ. കോഴിക്കോട് വരെ ഞാൻ ഇവരെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ ബസ്സിൽ ഇവർക്ക് പോകണമെന്ന് വിചാരിച്ച് കൊലയും തൂക്കി പിടിച്ച് പോകാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മൾക്ക് വീട്ടിൽ വെക്കേണ്ടി വരും. അല്ല, നിങ്ങൾക്ക് 2 ചൊള തരുന്നുണ്ട്. ചൊള വച്ച്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് വന്നാൽ ഷെഫ് വേറൊരു കാര്യം, നമ്മളെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ടയേർഡായപ്പോ വേഗം ഷെഫിനെ കൊണ്ട് 1/2 മണിക്കൂർ കൊണ്ട് ചോറും കറി അവിയലുണ്ടല്ലോ വേറെ ലെവല്. എന്റെ മക്കളെ മൂപ്പര് പറഞ്ഞു മൂപ്പരെ കഴിവ് മൊത്തം എടുത്തിട്ടില്ലെന്ന്. പക്ഷെ എന്നിട്ടോ അത് മിസ്സായ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെ, ആരെങ്കിലും വയനാട് വഴി പോകണമെങ്കിൽ ഇപ്പൊ ഇവിടെ അല്ല സ്റ്റേ എങ്കിൽ പോലും ഫുഡ് ഒന്ന് ഷെഫ് ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വന്ന് കഴിച്ചോ. കിഡിലനാ, ഒരു രക്ഷയില്ല. രാത്രിത്തെ ഫുഡ് ആയിക്കോട്ടെ, രാവിലത്തെ ഫുഡ് ആയിക്കോട്ടെ, എല്ലാം ഫ്ലോറല്. ഓക്കെ, പിന്നെ നിങ്ങൾ വേറെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കണ്ടേ അല്ലെ? കേവ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പല ഞങ്ങൾ ഫാം ഹൗസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ നിന്നത്. അതുപോലെ തറവാടുണ്ട്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പൊ എല്ലാം ഫിഷിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, ഇല്ലാത്തതായി ഒന്നുമില്ല. നേച്ചർ, ഫുട്ബോൾ കളിക്കാനും ഗ്രൗണ്ട് ഉണ്ട്, അതന്നെ ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തോളാം. നിങ്ങൾ തന്നെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളേണ്ടി. അപ്പൊ നമ്മൾ പോട്ടെ അല്ലേ? ബൈ ബൈ. അപ്പൊ ബൈ, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം നമ്മളെ ആരാന്നൊക്കെ ഉള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞോളി. ബൈ.